ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ, ആമുഖ പ്രഭാഷണം നിർവഹിച്ച ശ്രീ പ്രഭാവർമ്മ, സ്വാഗതം ആശംസിച്ച PM നജീബ്, MD സനൽകുമാർ, കുറുപ്പ് സാറിൻ്റെ കുടുംബാംഗങ്ങൾ, സരോജ ചേച്ചി, രാജീവൻ, അപർണ, ദേവിക തുടങ്ങിയിട്ടുള്ള കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, പ്രസംഗം എന്നത് ഒരു തൊഴിലായി സ്വീകരിച്ച ആളുകളാണ് ഞങ്ങളെങ്കിലും അപൂർവം സന്ദർഭങ്ങളിൽ ആദ്യത്തെ ദിവസം പ്രസംഗിച്ച സഖാവ കമ്പത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ മുഖ്യമന്ത്രി അവാർഡ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്ത ശേഷം 2 വാക്ക് പറയുക എന്നതല്ലാതെ കൂടുതലൊന്നും എനിക്ക് നിർവഹിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ടാണെങ്കിലും ഇന്ന് ഞാൻ നിർവഹിക്കുന്ന ഈ കർത്തവ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തതും ഏറ്റവും മഹനീയമായതും ആയ ഒരു കർത്തവ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് കാര്യമായ സഭാകമ്പമുണ്ട്. അധ്യക്ഷത വഹിക്കുന്നത് സാക്ഷാൽ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്ന് പോലും കരുതാത്ത ഒരു കാലത്താണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടത്. പിന്നീട് വളരെ വളരെ അടുപ്പമായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു വലിയ ഈഗിൾ ഓൺ ദ മൗണ്ടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ നമുക്ക് എത്തിയെന്ന് തോന്നുന്നതാണ്, നമ്മൾ എത്തിയിട്ടൊന്നുമില്ല. മുകുന്ദൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തലമുറയിൽ പ്രഭാവർമ്മ ആ തലമുറയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളെ വല്ലാതെ ശല്യപ്പെടുത്തിയ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ അല്ലെങ്കിൽ കഥകൾ, എഴുത്തുകൾ വായിച്ച് അതീവ സങ്കീർണമായ മാനസികാവസ്ഥയിലേക്ക് വന്നവരുണ്ട് എന്ന് അത്യപൂർവമായി അദ്ദേഹവുമായി സംസാരിക്കാനിട വന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് മാഹിയിലെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത വിഭ്രമാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ നടന്നുപോയ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഒടുവിൽ കേശവൻ്റെ വിലാപങ്ങളിൽ തൊട്ടിലിൽ കിടന്ന് ചിരിക്കുന്ന കുഞ്ഞുവരെ അദ്ദേഹത്തിന്